ശനിയാഴ്ച മുതൽ കേരളം കാത്തിരുന്ന ആ ഭാഗ്യവാനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ആദ്യത്തെ ഒരു മൊമെൻ്റ് അടിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉള്ളൊരു വളരെ സന്തോഷമുണ്ടായിരുന്നു. ആദ്യം ഒരു ചെറിയൊരു ഞെട്ടൽ പോലെ നമുക്ക് തന്നെ അടിച്ചോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി നമ്പർ കറക്റ്റാണ്. അങ്ങനെ പിന്നെ വൈഫിനോടും ബ്രദറിനോടും പറഞ്ഞു. അവരും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായി. അങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ യാതൊരു ഞെട്ടലുമില്ലാതെ ഓഫീസിൽ പോവുകയും അല്ലെങ്കിൽ അന്നത്തെ ദിവസം വളരെ സ്വാഭാവികമായിട്ട് പെരുമാറുകയൊക്കെ തന്നെ ചെയ്തു. അതെ, തീർച്ചയായിട്ടും. അതൊക്കെ എങ്ങനെ സാധിച്ചു? ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ചൊരു ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊരു ഇതില്ല. അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞെട്ടലും കാര്യങ്ങളൊന്നുമില്ല. കുടുംബത്തോടാണ് ആദ്യം പറഞ്ഞത്. അവരുടെ എങ്ങനെയായിരുന്നു? എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. സന്തോഷമാണ്. ഭാര്യയാണ്, പേര് അപർണ. അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിശ്വാസമായില്ലായിരുന്നു. പിന്നെ ആ ലോട്ടറി ഒക്കെ എടുത്ത് നോക്കി നമ്പറൊക്കെ നോക്കി കഴിഞ്ഞാണ് എനിക്ക് അത് അടിച്ചെന്ന് കൺഫേം ആയത്. അമ്മ എന്ത് തോന്നി ആദ്യം? സന്തോഷം തോന്നി മോളെ, വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ സഹോദരനുണ്ട്, സഹോദരൻ്റെ പേര് രഞ്ജിത്ത്. വളരെ സന്തോഷം. അടിച്ചു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടി ചേട്ടൻ വാട്സപ്പിൽ എനിക്ക് ടിക്കറ്റിൻ്റെ ഇത് അയച്ചു തന്നു. നോക്കി ക്ലിയറാണ്, അപ്പം സേഫാണ് എന്നുള്ള രീതിയിൽ നമ്മൾ 2-3 ദിവസത്തേക്ക് അത് ഹൈഡ് ചെയ്ത് വെച്ചു. ഇന്ന് രാവിലെ നമ്മൾ ബാങ്കിൽ പോയി ടിക്കറ്റ് സാറിന് കൈമാറി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവധി ദിവസങ്ങൾ കൂടിയായിരുന്നു. അതെ, അവധി ദിവസങ്ങളായിരുന്നു. ശനിയാഴ്ച അല്ലേ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യണേ. അപ്പോൾ പിന്നെ ശനിയാഴ്ച നമുക്ക് വൈകുന്നേരം ഒന്നും ചെയ്യാനില്ല. ഞായറാഴ്ച അവധിയാണ്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു ബാങ്കിൽ. ഇന്ന് ബാങ്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ്? ബാങ്കിൽ നിന്ന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് അക്സെപ്റ്റ് ചെയ്തു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സാർ കൊടുക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സുകൾ മറ്റൊക്കെ ഉണ്ടെന്ന് അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ. എന്താണ് ഇനി മുന്നോട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്രെഡിറ്റ് ആയതിനു ശേഷം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം. നമുക്ക് നമ്മുടേതായ കുടുംബത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ കുഞ്ഞിൻ്റെ ഭാവി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു പ്ലാനിലാണ് പോണത്. കുഞ്ഞിൻ്റെ പേരെന്താണ്? ആഗ്നേയകൃഷ്ണ. 6 മാസം. എന്തെങ്കിലും മറ്റ് വലിയ രീതിയിലുള്ള കടങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ? ഇതിൻ്റെ വീട് പണിതതിൻ്റെതായ കുറച്ച് കടങ്ങളും ബാധ്യതകളൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാനുണ്ട്. ഇന്ന് രാവിലെ കൂടി ഓഫീസിൽ പോയി എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ? ഞാൻ പോയിരുന്നു രാവിലെ പോയിരുന്നു. അപ്പോഴൊന്നും അവർക്കൊരു ക്ലൂ പോലും ഇല്ല, ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല. അതുപോലെ തന്നെ നെട്ടൂരിലുള്ളൊരു സ്ത്രീയാണ് അടിച്ചതെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. അങ്ങനെ പല വാർത്തകൾ വന്നായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എന്തായിരുന്നു ഒരു? അല്ല, അതിപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ എന്തായാലും മാറിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരു ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കൊടുത്തവർ ഓക്കെ പറയുമ്പോൾ മാത്രമല്ലേ നമുക്ക് കറക്റ്റ് ഒരു കൺഫർമേഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ല, അവർക്ക് ഇനിയിപ്പോൾ അവരാണെങ്കിൽ അവർ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ എന്തെങ്കിലും ടിക്കറ്റ് ഉണ്ടല്ലോ, ഇത് കറക്റ്റ് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ ഒരു സമയത്ത് ഒരെണ്ണമല്ലേ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും കൂടുതലുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ആശംസകൾ. വലിയൊരു ഇത്രയും ദിവസം കേരളം കാത്തിരുന്ന ആളാണ്. എന്തായാലും മുന്നോട്ടുള്ള ഭാവിയിൽ എല്ലാവിധ ആശംസ. താങ്ക് യു. ഓക്കെ, എന്തായാലും ഇതാണ് തുറവൂരിലെ ശരത്താണ്. ഇത്രയും ദിവസം കേരളം കാത്തിരുന്ന ഭാഗ്യശാലിയാണ്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്.